മൈ യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ്. ശൈലാവുമെൻ്റെ സങ്കേതവും കോട്ടയുമെൻ്റെ പാറയുമേ, വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നു. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നു. കഠിന ശോധന പർവ്വതങ്ങൾ ജീവിത സാഗരേ പോരാട്ടങ്ങൾ, കഠിന ശോധന പർവ്വതങ്ങൾ ജീവിത സാഗരേ പോരാട്ടങ്ങൾ, വണ്ടിരമാലവോ ആഞ്ഞടിച്ചിടുമ്പോൾ മാറാത്ത നാഥനെ സ്തുതിച്ചിടുന്നു. വണ്ടിരമാലവോ ആഞ്ഞടിച്ചിടുമ്പോൾ മാറാത്ത നാഥനെ സ്തുതിച്ചിടുന്നു. നമുക്ക് ഒന്നാമത്തെ സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 4:17-19, അതായത് ജനസിസ് ചാപ്റ്റർ 4 വേർഡ്സ് 17, 18 and 19. കയീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു. ആൻഡ് കയീൻ ന്യൂ ഹിസ് വൈഫ് ആൻഡ് ഷീ കൺസീവ്ഡ് ആൻഡ് ബെയർ ഈനോക്ക്. And he builded a city and called the name of the city after the name of his son Enoch. ഹാനോക്കിന് ഈരാദ് ജനിച്ചു, ഈരാദ് മെഹുയേലിനെ ജനിപ്പിച്ചു, മെഹുയേൽ മെതുശയേലിനെ ജനിപ്പിച്ചു, മെതുശയേൽ ലാമെക്കിനെ ജനിപ്പിച്ചു. And unto Enoch was born Irad, and Irad begat Meduel, and Meduel begat Medusael, and Medusael begat Lamech. ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു, ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. And Lamech took unto him 2 wives. The name of the one was Ada, and the name of the other Silla. ഇനി സെക്കൻഡ് സെഷനിലേക്ക് പോകാം. റിക്വയർഡ് ബുക്കായ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന ബുക്കിലേക്ക്. ഇത് ബൈബിൾ സേസ്, ഡോണ്ട് ലീവ് കെയർലെസ്ലി unthinkingly, make sure you understand what the master wants. The power of focusing can be seen in light. Diffuse light has little power or impact, but you can concentrate its energy by focusing it. With a magnifying glass, the rays of the sun can be focused to set grass or paper on fire. When light is focused even more as a laser beam, it can cut through steel. If you want your life to have impact, focus it. There is nothing quite as potent as a focused life, one lived on purpose. The men and women who have made the greatest history were the most focused. For instance, the Apostle Paul almost. നമുക്ക് തേർഡ് സെക്ഷനിലേക്ക് പോകാം. സദൃശവാക്യങ്ങൾ 4:7-8-9. Proverbs chapter 4 വേർഡ്സ് 7, 8 and 9. ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. Wisdom is the principal thing. Therefore get wisdom, and with all thy getting get understanding. അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. Exalt her, and she shall promote thee.
ഷീ ഷാൽ ബ്രിങ് ദീ ടു ഓണർ വെൻ ഡോസ്റ്റ് എംബ്രേസ്ഡ് ഹെയർ. അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും, അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. ഷീ ഷാൽ ഗീവ് ടു ദൈൻ ഹെഡ് ആൻ ഓർണമെന്റ് ഓഫ് ഗ്രേസ്, എ ക്രൗൺ ഓഫ് ഗ്ലോറി ഷാൽ ഷീ ഡെലിവർ ടു ദി. നമുക്ക് ഫോർത്ത് സെക്ഷനിലേക്ക് പോവാം. ഫോർത്ത് സെക്ഷൻ കുഞ്ഞു കുട്ടികൾക്കുള്ള സെക്ഷനാണ്. ഈ സൺഡേ സ്കൂളൊന്നും പഠിക്കാൻ പോകാൻ പറ്റാതെ വീട്ടിൽ പെട്ടുപോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. യോസേഫ് സഹോദരന്മാരെ അമ്പരിപ്പിക്കുന്നു. ഉൽപ്പത്തി 43:29 മുതൽ 34 വരെയുള്ള വേദഭാഗത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. യോസേഫിൻ്റെ പദ്ധതികളെല്ലാം നടപ്പിലാക്കപ്പെട്ടു. ക്ഷാമകാലം വന്നപ്പോൾ ആവശ്യത്തിന് ധാന്യം ശേഖരിക്കപ്പെട്ടിരുന്നതിനാൽ ഈജിപ്തിൽ സുഭിക്ഷമായിരുന്നു. അപ്പോൾ ധാന്യം വാങ്ങുവാനായി യാക്കോബ് തൻ്റെ മക്കളെ ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ യോസേഫാണ് മേലധികാരി എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. യോസേഫ് ആകട്ടെ അവർ ചാരന്മാരാണെന്ന മട്ടിലാണ് അവരോട് ആദ്യം പെരുമാറിയത്. പക്ഷെ അവൻ തൻ്റെ സഹോദരന്മാരെ അത്യധികം സ്നേഹിച്ചിരുന്നു. തങ്ങളുടെ പിതാവിനെക്കുറിച്ചും വീട്ടിൽ വിട്ടിട്ട് പോകുന്ന ഇളയ സഹോദരനെക്കുറിച്ചുമൊക്കെ അവർ യോസേഫിനോട് പറഞ്ഞു. സഹോദരന്മാർ തിരികെ പോയപ്പോൾ യോസേഫ് അവർ നൽകിയ പണം രഹസ്യമായി അവരുടെ ചാക്കുകളിൽ വെച്ചിരുന്നു. അടുത്ത തവണ വരുമ്പോൾ ഇളയ സഹോദരൻ ബെന്യാമീനെയും കൂടെ കൊണ്ടുവന്നില്ലെങ്കിൽ ധാന്യം കൊടുക്കുകയില്ല എന്നും അവൻ അവരോട് പറഞ്ഞു. കൂടുതൽ ധാന്യം വേണ്ടി വന്നപ്പോൾ ബെന്യാമീനെ കൂടാതെ ഈജിപ്തിലേക്ക് പോകാൻ അവർ കൂട്ടാക്കിയില്ല. ഒടുവിൽ കാര്യങ്ങൾ ഏറെ വഷളായപ്പോൾ ബെന്യാമീനെയും കൂട്ടി പോകുവാൻ യാക്കോബ് അവരെ അനുവദിച്ചു. അവനെ ഇനി ഒരിക്കലും കാണാനാവുകയില്ലെന്ന് യാക്കോബിന് ഭയമുണ്ടായിരുന്നു. തൻ്റെ ഇളയ സഹോദരൻ ബെന്യാമീനെ കേട്ടപ്പോൾ യോസേഫ് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഇളയ സഹോദരൻ അല്ലേ? കുഞ്ഞെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കണ്ണിൽ ജലം നിറയുവാൻ തുടങ്ങിയതുകൊണ്ട് യോസേഫ് പെട്ടെന്ന് അവിടെ നിന്ന് പോയി കളഞ്ഞു. തൻ്റെ മുറിയിൽ ചെന്ന് അവൻ ഏറെ നേരം കരഞ്ഞു. എന്നിട്ട് മുഖം കഴുകി വീണ്ടും പുറത്തു വന്നു. തൻ്റെ കൂടെ അവർക്കും ആഹാരം വിളമ്പുവാൻ കൽപ്പന കൊടുത്തു. യോസേഫിന് ഒരു മേശമേലും സഹോദരന്മാർക്ക് മറ്റൊരു മേശമേലും അവർ ആഹാരം നൽകി. യോസേഫിൻ്റെ മുൻപിൽ സഹോദരന്മാരെ അവരുടെ പ്രായമനുസരിച്ചാണ് ഇരുത്തിയത്. അത് അവരെ അമ്പരിപ്പിച്ചു. യോസേഫിൻ്റെ മേശയിൽ നിന്നാണ് അവർക്ക് ആഹാരം വിളമ്പിയത്. മറ്റെല്ലാവരെക്കാളും കൂടുതൽ ബെന്യാമീന് നൽകി. മതി വരുവോളം അവർ ഭക്ഷിച്ചു. 4 സെഷനോടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.